എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റി സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളിലെ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിലേക്കും അതുപോലെ തന്നെ നാളത്തെ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ വിവരിക്കുന്ന വീഡിയോയിലേക്കും ഏവർക്കും സ്വാഗതം. ഇന്നത്തേക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിഫ്റ്റിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവൽസ് ഇങ്ങനെയായിരുന്നു. ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്തതിൽ നിന്നും ഒരു ഏകദേശം ഒരു 150 പോയിന്റോളം ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ആയത്. ഓപ്പണിങ്ങിന് ശേഷം നമ്മുടെ പ്ലാൻ എങ്ങനെയായിരുന്നു? ആദ്യത്തെ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം, അത് ക്ലോസ് ആയതിനു ശേഷം പിന്നീടുള്ള ക്യാൻഡിൽ ഏത് ഡയറക്ഷനിലോട്ട് പോകുന്നോ ആ ഡയറക്ഷനിലോട്ട് നമ്മൾ ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്താൽ, ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് റിജക്ഷൻ സൂചിപ്പിക്കുമ്പോൾ ഡിസ്കൗണ്ട് ആയി, അവിടെ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ആ റിജക്ഷന് തൊട്ട് താഴെയോ ഇല്ലെങ്കിൽ ഡേയ്സ് ലോയോ സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ച് മുകളിലോട്ട് ട്രേഡ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ്. അപ്പോൾ ആ ഒരു സമയം വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ പിന്നീട് മുകളിലോട്ടുള്ള ലെവൽസ് എല്ലാം ടാർഗറ്റുകളായിട്ട് വരും. അപ്പോൾ ഏത് ലെവലിൽ നിന്നാണോ ഒരു റിജക്ഷൻ ക്യാൻഡിൽ വരുന്നത് അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? കോൾ ഓപ്ഷൻ എക്സിറ്റ് ചെയ്യാം. ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആവുകയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ എടുത്തിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യാം. ഈ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആയിട്ട് വരും. അപ്പോൾ രാവിലെ കിട്ടിയ കോൾ ഓപ്ഷൻ നമുക്ക് എടുക്കാൻ സാധിച്ചു. റിജക്ഷൻ വരുന്ന ഇടത്തു നിന്നും നമ്മൾ കോൾ ഓപ്ഷൻ എക്സിറ്റ് ആവും. ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആവുകയാണെങ്കിൽ നമുക്ക് താഴോട്ട് ട്രേഡ് എടുക്കാം. അപ്പോൾ താഴോട്ടുള്ള ഈ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 15 മിനിറ്റിൽ റിജക്ഷൻ വന്നിട്ടുള്ളതായിട്ട് കാണാം. ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, വീഡിയോയുടെ ലെങ്ത് കൂടും. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശേഷം നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള സപ്പോർട്ട് ലെവലിൽ തന്നെ സപ്പോർട്ട് എടുത്തു, അവിടെ നിന്ന് റിജക്ഷൻ വന്നു, പിന്നീട് മുകളിലോട്ട് കയറിയിട്ട് വീണ്ടും മുകളിലത്തെ ലെവൽ. ഇത് ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ട്രേഡ് ആയിരുന്നു. ഈ കോൾ ഓപ്ഷൻ, ഈ പുട്ട് ഓപ്ഷൻ, വീണ്ടുമുള്ള ഈ കോൾ ഓപ്ഷൻ. പിന്നെ അതിനുശേഷം ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടാണ് പോയിട്ടുള്ളത്. ഇവിടെയെല്ലാം നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, പക്ഷെ അതിന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. ലെവൽസ് മാർക്ക് ചെയ്യാൻ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, എന്നാലും നമുക്ക് ആ ഒരു ട്രേഡ്സ് ഒക്കെ എടുക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ലെവൽസ് ഭംഗിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ലെവൽസിന്റെ അടിസ്ഥാനത്തിൽ ട്രേഡ്സ് നമുക്ക് ഭംഗിയായിട്ട് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 2-3 നല്ല എൻട്രീസ് ഈ ലെവലിന്റെ അടിസ്ഥാനത്തിലും ട്രേഡിംഗ് പ്ലാനിന്റെ അടിസ്ഥാനത്തിലും സൂപ്പർ ആയിട്ടുള്ള ഒരു 2-3 എൻട്രീസ് എടുക്കാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ടാവും. ഇനി സെൻസെക്സിലെ എൻ്റെ ലെവൽസും എൻ്റെ ട്രേഡിംഗ് പ്ലാനും എങ്ങനെ വർക്കൗട്ട് ആയി എന്നുള്ളത് പരിശോധിക്കാം. സെൻസെക്സിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവൽസ് ഇങ്ങനെയാണ്. സെൻസെക്സ് ഒരു 700-750 പോയിന്റോളം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെയായിരുന്നു ഓപ്പൺ ആയത്. പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ലെവലാണ് 80,055. ആ ലെവലിൽ ഓപ്പൺ ആയി, അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് കയറി. ഇവിടെയും ആദ്യത്തെ ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം പിന്നീട് വരുന്ന ക്യാൻഡിൽസ് ഏത് ഡയറക്ഷനിലോട്ട് സൂചിപ്പിക്കുന്നു ആ ഡയറക്ഷനിലോട്ട് ട്രേഡ് എടുക്കും. ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്താൽ ആ റിജക്ഷന് തൊട്ട് താഴെ അല്ലെങ്കിൽ ഡേയ്സിലോ സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു സമയം വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ ആദ്യത്തെ ടാർഗറ്റും പിന്നീട് മുകളിലോട്ടുള്ള ലെവൽസ് എല്ലാം ടാർഗറ്റുകളായിട്ട് വരും. എവിടെ നിന്നാണോ ഒരു റിജക്ഷൻ ക്യാൻഡിൽ വരുന്നത് അവിടെ നിന്നും കോൾ ഓപ്ഷൻ എക്സിറ്റ് ആയിട്ട് ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആയാൽ ഇവിടെയും നിങ്ങൾക്ക് 15 മിനിറ്റ് ക്യാൻഡിൽ റിജക്ഷൻ കാണാൻ സാധിക്കും. റിജക്റ്റഡ് ആയാൽ പുട്ട് ഓപ്ഷൻ എടുത്ത് താഴോട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഈ ലെവലുകൾ തന്നെ നമുക്ക് ടാർഗറ്റ് ആയിട്ട് വെക്കാവുന്നതാണ്. ഇവിടെയും നിഫ്റ്റിയിലെ പോലെ തന്നെ കോൾ ഓപ്ഷൻ നമുക്ക് ഭംഗിയായിട്ട് എടുക്കാൻ പറ്റും, പുട്ട് ഓപ്ഷൻ നമുക്ക് ഭംഗിയായിട്ട് എടുക്കാൻ പറ്റും. ശേഷം ഈ സപ്പോർട്ട് ലെവലിന്റെ അടുത്തു നിന്നുള്ള ഈ മൾട്ടിപ്പിൾ റിജക്ഷൻസ് നിഫ്റ്റിയിൽ അതെ ആ ലെവൽ ഷാർപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. സെൻസെക്സിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്, പക്ഷെ സ്റ്റിൽ ലെവലിന്റെ അടുത്തു നിന്ന് റിജക്ഷൻ കിട്ടി കോൾ ഓപ്ഷൻ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. മുകളിലോട്ട് ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഈ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആയിട്ട് വരും. അതിനുശേഷം ഞാൻ നിഫ്റ്റിയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളൂ. അതിനുശേഷമുള്ള ട്രേഡ്സ് എടുക്കണമെങ്കിൽ ഇവിടെ നിന്നുള്ള ട്രേഡ്സ് ഒക്കെ എടുക്കണമെങ്കിൽ കൃത്യമായിട്ടും ടൈം ഫ്രെയിം മാറ്റി പരിശോധിച്ച് ലെവൽസ് മാർക്ക് ചെയ്ത് പ്രൈസ് എങ്ങോട്ട് മൂവ് ചെയ്യും എന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് ചെറിയ ചെറിയ എൻട്രീസ് എടുക്കാൻ പറ്റും. പക്ഷെ അതിന് കുറച്ചൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയും സെൻസെക്സും എടുക്കുകയാണെങ്കിൽ ട്രേഡിംഗ് പ്ലാൻ ഭംഗിയായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റി. ലെവൽസ് നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്, നല്ലോണം റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ട്രേഡിലെ കൺഫർമേഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നാളത്തേക്ക് വേണ്ടിയിട്ട് ഈ ഇൻഡെക്സുകളിലെ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെയാണ്, എൻ്റെ ലെവൽസ് എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. നിഫ്റ്റിയിൽ നാളത്തേക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽസ് ഇങ്ങനെയാണ്. അപ്പോൾ നിഫ്റ്റിയിലെ ട്രേഡിംഗ് പ്ലാൻ പറയുമ്പോൾ നിഫ്റ്റി നാളെ ഒരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഫ്ലാറ്റ് ഓപ്പണിങ്ങോ എന്ത് വേണേലും തരട്ടെ,
അപ്പോൾ നമുക്കൊരു ഉദാഹരണം എടുത്തു പറയുമ്പോൾ നിഫ്റ്റി ഒരു ഓപ്പണിംഗ്, ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നതിന് ശേഷം ആദ്യത്തെ ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ, 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ഫോം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ശേഷം പിന്നീട് വരുന്ന ക്യാൻഡിൽസ്, അതായത് രണ്ടാമത്തെ മൂന്നാമത്തെ ക്യാൻഡിൽ ഏത് ഡയറക്ഷനിലോട്ടാണോ പോകുന്നത്, ആദ്യത്തെ ക്യാൻഡിലിനെ അപേക്ഷിച്ച് അതിനെ ബ്രേക്ക് ചെയ്ത് ഏത് ഡയറക്ഷനിലോട്ടാണോ പോകുന്നത് ആ ഡയറക്ഷനിലോട്ട് ട്രേഡ് എടുക്കും. അപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ ക്യാൻഡിൽ മുകളിലോട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്ത് ആ ഒരു ഡിസ്കൗണ്ടിൽ നിന്ന് കിട്ടിയ റിജക്ഷന്റെ തൊട്ട് താഴെയോ ഇല്ലെങ്കിൽ ഡേയ്സ് ലോയോ സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യും. അപ്പോൾ ആ ഒരു സമയം വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ ആദ്യത്തെ ടാർഗറ്റ് ആയിട്ടും പിന്നീട് 24,450, 24,526, 24,590, 24,624, 657 എന്നീ ലെവലുകൾ ടാർഗറ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുകളിലോട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. 24,624, 657 എന്ന് പറയുന്ന ലെവല് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. ഓരോ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോഴും സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് സേഫ് ആക്കി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ പെട്ടെന്നൊരു റിജക്ഷൻ കിട്ടി താഴോട്ട് വരികയാണെങ്കിലും നമുക്ക് പ്രോഫിറ്റിൽ എക്സിറ്റ് ആവാൻ സാധിക്കും. അപ്പോൾ മുകളിലോട്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഏത് ലെവലിൽ നിന്നാണോ ഒരു റിജക്ഷൻ കിട്ടുന്നത് അവിടെ നിന്ന് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് ഒരു റിജക്ഷൻ സൂചിപ്പിക്കുന്നത് അവിടെ നിന്ന് എന്ത് ചെയ്യാം, കോൾ ഓപ്ഷൻ എക്സിറ്റ് ആയിട്ട് ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആവുകയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ എൻട്രി എടുത്ത് ആ ഒരു ക്രിയേറ്റ് ചെയ്ത ഹൈൻ്റെ മുകളിൽ തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യാം. ഈ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി 15 മിനിറ്റ് ക്യാൻഡിൽ റിജക്റ്റഡ് ആവാതെ ആ ഒരു ക്രിയേറ്റ് ചെയ്ത ഹൈനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒരു പുതിയ ഹൈ വരികയാണെങ്കിൽ വീണ്ടും ഒന്ന് താഴ്ന്നിട്ട് ഒരു ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് റിജക്ഷൻ സൂചിപ്പിക്കുമ്പോൾ അവിടെ നിന്ന് വീണ്ടും കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, ഇനി നിഫ്റ്റി ഓപ്പണിങ്ങിന് ശേഷം താഴോട്ടാണ് ആദ്യത്തെ ക്യാൻഡിൽ ഫോം ആയിട്ട് രണ്ടാമത്തെ മൂന്നാമത്തെ ക്യാൻഡിൽ താഴോട്ടാണ്, ആദ്യത്തെ ക്യാൻഡിൽ അപേക്ഷിച്ച് താഴോട്ടാണ് വരുന്നതെങ്കിൽ ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്ത് ആ റിജക്ഷന് തൊട്ട് മുകളിൽ അല്ലെങ്കിൽ ഡേയ്സ് ആയി സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചിട്ട് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് താഴോട്ട് ട്രേഡ് ചെയ്യും. അപ്പോൾ ആ ഒരു സമയം വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോ ആദ്യത്തെ ടാർഗറ്റ് ആയിട്ടും പിന്നീടുള്ള ടാർഗറ്റ്സ് 24,306, 24,284, 24,199 എന്നീ ലെവലുകളെല്ലാം ടാർഗറ്റ് ആക്കി വെച്ചിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. 24,306, 284 എന്ന് പറയുന്ന ഈ ഒരു ലെവൽ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യും. സപ്പോസ് 24,284 ബ്രേക്ക് ചെയ്ത് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ കുറച്ച് നേരമെങ്കിലും അതിന്റെ താഴെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് 24,199, 24,152, 136 എന്ന് പറയുന്ന ഈ ലെവലിൽ ടെസ്റ്റ് ചെയ്തേക്കാം. ആ ടാർഗറ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുട്ട് ഓപ്ഷൻ താഴോട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. സപ്പോസ് 24,136 ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ അതിന് താഴെ കുറച്ച് നേരമെങ്കിലും ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് 24,007 വരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിന് തൊട്ട് മുൻപ് 24,053 എന്ന് പറയുന്ന ചെറിയൊരു സപ്പോർട്ട് ലെവൽ കിടപ്പുണ്ട്. അപ്പോൾ ഈ താഴോട്ട് ട്രേഡ് ചെയ്യുമ്പോൾ ഏത് ലെവലിൽ നിന്നാണോ ഒരു ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് റിജക്റ്റഡ് ആവുന്നത്, ഇതുപോലെ റിജക്റ്റഡ് ആവുന്നത്, അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ആവാം. ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആവുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഈ ലെവലുകൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി 15 മിനിറ്റ് ക്യാൻഡിൽ റിജക്റ്റഡ് ആവാതെ ആ ഒരു സമയം വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോയിനെ, അതായത് ഇതുപോലെ റിജക്ഷൻ വന്നതിന് ശേഷവും പിന്നെയും താഴോട്ട് ഇറങ്ങി ആ റിജക്ഷനെ ബ്രേക്ക് ചെയ്ത് അതിൻ്റെയും താഴെ പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒന്ന് മുകളിലോട്ട് കയറിയിട്ട് ഒരു റിജക്ഷൻ തരുമ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യാം, വീണ്ടും പുട്ട് ഓപ്ഷൻ എടുത്തിട്ട് അതിന് മുകളിൽ തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യാം, ഈ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആക്കി വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ താഴോട്ടുള്ള എൻ്റെ ലെവൽസ് ഇങ്ങനെയും അതുപോലെ മുകളിലോട്ടുള്ള എൻ്റെ ലെവൽസ് ഇങ്ങനെയുമാണ് വരുന്നത്. ഇനി സെൻസെക്സിൽ എൻ്റെ ലെവൽസ് എങ്ങനെ, എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെയെന്നുള്ളത് നോക്കാം. സെൻസെക്സിൽ നാളത്തേക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽസ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നാളത്തെ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ പറയുകയാണെങ്കിൽ സെൻസെക്സ് നാളെ ഒരു ഓപ്പണിംഗ് തന്നതിന് ശേഷം, ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നതിന് ശേഷം ആദ്യത്തെ ക്യാൻഡിൽ ഫോം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അത് ഫോം ആയതിനു ശേഷം, അത് ക്ലോസ് ആയതിനു ശേഷം പിന്നീട് വരുന്ന ക്യാൻഡിൽസ് മുകളിലോട്ടാണ്, ആദ്യത്തെ ക്യാൻഡിൽ അപേക്ഷിച്ച് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ ഡിസ്കൗണ്ടിൽ നിന്നും ഒന്ന് താഴ്ന്നിട്ട് ഒരു റിജക്ഷൻ സൂചിപ്പിക്കുമ്പോൾ അവിടുന്ന് കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ആ റിജക്ഷന് തൊട്ട് താഴത്തെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം, അല്ലെങ്കിൽ ഡേയ്സിലോ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് മുകളിലോട്ട് ട്രേഡ് ചെയ്യും. അപ്പോൾ ആ ഒരു സമയം വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ ആദ്യത്തെ ടാർഗറ്റും പിന്നീട് 80,847, 81,051, 81,183, 81,384 എന്നീ ലെവലുകൾ ടാർഗറ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുകളിലോട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കും. സപ്പോസ് 81,384 ബ്രേക്ക് ചെയ്ത്
ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ കുറച്ച് നേരമെങ്കിലും മുകളിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് 81,723, 81,853, 215, 82,215 എന്നീ ലെവലുകളെല്ലാം ടാർഗറ്റ് ആക്കി വെച്ചിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ മുകളിലോട്ട് ട്രേഡ് ചെയ്യുമ്പോൾ തിക്കായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽസ് എല്ലാം സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. മുകളിലോട്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഏത് ലെവലിന്റെ അടുത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ലെവലിൽ ടച്ച് ആയിട്ടാണോ ഒരു ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് റിജക്റ്റഡ് ആവുന്നത് അവിടെ നിന്ന് കോൾ ഓപ്ഷൻ എക്സിറ്റ് ആവാം. ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആവുകയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ട് താഴോട്ട് ഈ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഇനി 15 മിനിറ്റ് ക്യാൻഡിൽ റിജക്റ്റഡ് ആവാതെ ആ ഒരു സമയം വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈനെ ബ്രേക്ക് ചെയ്ത് പിന്നെയും പുതിയൊരു ഹൈ വരികയാണെങ്കിൽ വീണ്ടും ഒന്ന് താന്നിട്ട് ഒരു റിജക്ഷൻ സൂചിപ്പിക്കുമ്പോൾ അവിടെ നിന്ന് വീണ്ടും കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതിന് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. ഈ മുകളിലോട്ടുള്ള ലെവലുകൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ആയിട്ട് പ്രതീക്ഷിക്കാൻ പറ്റും. ഇനി ഓപ്പണിങ്ങിന് ശേഷം പ്രൈസ് താഴോട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ക്യാൻഡിൽ താഴോട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഡിസ്കൗണ്ടിൽ നിന്നും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ട് അതിന് തൊട്ട് മുകളിൽ തന്നെ കിട്ടിയ റിജക്ഷന് തൊട്ട് മുകളിൽ അല്ലെങ്കിൽ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു സമയം വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോ ആദ്യത്തെ ടാർഗറ്റ് ആയിട്ടും പിന്നീട് 80,424, 80,356, 79,856, 79,634, 571 എന്നീ ലെവലുകളെല്ലാം ടാർഗറ്റ് ആക്കി വെച്ചിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇവിടെ 80,424, 356 എന്ന് പറയുന്ന ഈ ലെവൽ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യും. സപ്പോസ് 356, 80,356നെ ബ്രേക്ക് ചെയ്ത് ഒരു 15 മിനിറ്റ് ക്യാൻഡിലോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിലോ താഴോട്ട് വന്ന് കുറച്ച് നേരമെങ്കിലും ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് അവിടെ നിന്ന് കാണിക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് 79,856, 79,634, 571 എന്നീ ലെവലുകൾ ടാർഗറ്റ് ആക്കി വെച്ചിട്ട് താഴോട്ട് പുട്ട് ഓപ്ഷൻ തന്നെ ട്രേഡ് ചെയ്യാവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് താഴോട്ട് കൊണ്ടുവരാം. 79,571 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് 79,124 നമുക്ക് ടാർഗറ്റ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ താഴോട്ട് ട്രേഡ് ചെയ്യുമ്പോൾ ഏത് ലെവലിൽ നിന്നാണോ ഏത് സ്ഥലത്ത് വെച്ചിട്ടാണോ ഒരു ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് റിജക്ഷൻ സൂചിപ്പിക്കുന്നത് അവിടെ നിന്നും പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ആവാം. ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആവുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതിന് തൊട്ട് താഴെ തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഈ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. ഇനി 15 മിനിറ്റ് ക്യാൻഡിൽ റിജക്റ്റഡ് ആവാതെ ആ ഒരു സമയം വരെ ട്രേഡ് ചെയ്തിട്ട് ഒരു ലോ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ, ആ ഒരു ലോയിനെയും ബ്രേക്ക് ചെയ്തിട്ട് പുതിയൊരു ലോ ക്രിയേറ്റ് ആവുകയാണെങ്കിൽ വീണ്ടും ഒന്ന് മുകളിലോട്ട് കയറിയിട്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് ഒരു റിജക്ഷൻ മുകളിൽ ഷാഡോ താഴെ ബോഡി ആയിട്ടുള്ള ഒരു ക്യാൻഡിൽസ് വരികയാണെങ്കിൽ ഫോം ആവുകയാണെങ്കിൽ വീണ്ടും പുട്ട് ഓപ്ഷൻ ട്രേഡ് എടുക്കാം. എന്നിട്ട് താഴോട്ട് ഈ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ ഒരു ന്യൂസ് എഫക്റ്റ് കൂടി വന്നേക്കാം. കാരണം ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ വാറായിട്ടില്ല, അഥവാ അത് സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് മാറുകയാണെങ്കിൽ, ഓൾറെഡി മാറിക്കഴിഞ്ഞു പക്ഷെ യുദ്ധത്തിലേക്ക് പോയിട്ടില്ല ഇതുവരെ, അഥവാ അത് പോവുകയാണെങ്കിൽ മാർക്കറ്റിനെ നല്ല രീതിക്ക് ബാധിക്കും. പെട്ടെന്നായിരിക്കും മൂവ്മെൻറ്റുകൾ വരിക താഴോട്ട്. അപ്പോൾ ശ്രദ്ധിച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് സാധാരണ നമ്മൾ ട്രേഡ് എടുക്കുന്ന പോലെ ട്രേഡ് എടുത്താൽ മതി. പാനിക് ആവേണ്ട യാതൊരു കാര്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചാർട്ട് കൃത്യമായിട്ടും റീഡ് ചെയ്യാൻ പഠിക്കണം, അല്ലെങ്കിൽ ലെവൽസ് മാർക്ക് ചെയ്യാൻ പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ട്രേഡിംഗ് സ്റ്റൈൽ ഇഷ്ടമായിട്ട് ഈ ഒരു രീതി തന്നെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. മന്ത്ലി ഒരു ബാച്ച് വെച്ചെടുക്കുന്നുണ്ട്. 3 വീക്ക് ആയിരിക്കും ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടാവുക. 10,000 ആണ് ഫീസ്. താല്പര്യമുള്ളവർ ഡയറക്റ്റ് ആയിട്ട് എനിക്ക് കോൺടാക്ട് ചെയ്യാം. ജോയിൻ ചെയ്യാനാണെങ്കിലും ഡീറ്റെയിൽസ് അറിയാനാണെങ്കിലും കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.